എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണ ദിനാശംസകൾ പറയുകയാണ്. ഇന്ന് ഓണമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട, നമുക്ക് എന്താ പറയുക, ഒരു ബോയ് നെക്സ്റ്റ് ഡോർ, ഒരു മാൻ നെക്സ്റ്റ് ഡോർ ഒരു ഫീലിംഗ് ഒക്കെ തരുന്ന ഒരു ആക്ടറാണ് ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സൈജു ചേട്ടനെ. ഹായ് സൈജു ചേട്ടാ, ഹാപ്പി ഓണം. താങ്ക് യു. അപ്പം ഓണമായിട്ട് നാട്ടിലേക്ക് പോകണ തിരക്കിന്റെ ഇടയിൽ ഞാനൊന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. നമ്മളോട് കുറച്ച് ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം അല്ലേ? ഇതിനു മുമ്പ് ഞാൻ സൈചേട്ടന്റെ ഇന്റർവ്യൂ കുറേ തവണ എടുത്തിട്ടുണ്ട്. സൈചേട്ടന് പോലും കണക്കില്ല അല്ലേ, എത്ര എടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഇരുന്നുകൊണ്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ നടന്ന് സംസാരിക്കുന്നത് അല്ലേ സൈചേട്ടാ? സൈചേട്ടാ സാധാരണ എല്ലാ ഓണത്തിനും ചേർത്തല എത്താറുണ്ടോ? ചേർത്തല എത്താറുണ്ട്. അപ്പൊ അത് ആക്ച്വലി 2018 വരെ എത്താറുണ്ടായിരുന്നു. അതിനുശേഷം ആ വർഷം ആണ് അച്ഛൻ മരിച്ചത്. അതിനുശേഷം പിന്നെ അമ്മ എൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അമ്മ എവിടെയാണ് അവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മ ആ സമയത്ത് ഇനിയിപ്പോൾ ചേർത്തല വീട്ടിലേക്കാണ് പോയിരിക്കണമെങ്കിൽ അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുന്നു. പിന്നെ എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് തന്നെ, ഷൂട്ടിലാണെങ്കിൽ പിന്നെ ഷൂട്ട് അവിടെ വെച്ച് ആഘോഷിക്കും. അപ്പോൾ ഏതെങ്കിലും ഓണമൊക്കെ അങ്ങനെ സെറ്റിൽ വെച്ച് മിസ്സായിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഒരു 1-2 പ്രാവശ്യം മിസ്സായിട്ടുണ്ട്. അത്രയും മിസ്സായിട്ടുള്ളൂ. ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്ന 2 വർഷത്തെ ഓണം മാത്രമാണ് സെറ്റിൽ ആഘോഷിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കോയിൻസിഡൻസ് ആയിരിക്കും. ആ സമയത്ത് ഷൂട്ട് ഉണ്ടാവാറില്ല. ഇപ്പോൾ ഈ വർഷം ഈ പറഞ്ഞ പോലെ ആട് 3യുടെ ഷൂട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കേരളത്തിലെ ഭയങ്കരമായ മഴ കാരണം നമുക്കത് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഓണത്തിന് ശേഷം ഷൂട്ട് ചെയ്യാന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഷൂട്ടില്ല. അപ്പോൾ ഏതായിരുന്നു ആ 2 സിനിമകൾ സെറ്റിൽ ആഘോഷിച്ചത്? ഒന്ന് നോവലായിരുന്നു, ജയറാമേട്ടൻ്റെ, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാർ ഡയറക്റ്റ് ചെയ്തത്. മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. 2 തവണയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ സെറ്റിൽ ഓണമൊക്കെ എങ്ങനെയാ സഹിച്ചേട്ടാ? സെറ്റിൽ ഓണം അന്ന് ഇത് തന്നെ സദ്യയാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ ഗെയിംസിനുള്ള സമയമൊന്നും കാണൂല. എന്ന് വെച്ചാൽ അത്രയും ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതെ അതെ. അപ്പം ആഹാരം എന്തായാലും കഴിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു ടൈം ഉണ്ടല്ലോ. അപ്പൊ അന്ന് വെജിറ്റേറിയൻ ഫുഡായിരിക്കും. സാധാരണഗതിയിൽ ഇല്ലാത്ത കുറച്ച് വിഭവങ്ങളും കൂടെ അന്ന് കാണും. പായസം 2-3 ടൈപ്പ് കാണും. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ. ഇപ്പൊ കുറെ നാളായി ആക്ച്വലി സെറ്റിൽ ആഘോഷിച്ചിട്ട്. ഓണം ഒരു പ്രാവശ്യം ഇപ്പൊ റീസെന്റ് ആയിട്ട് ഗൂ എന്ന് പറഞ്ഞ പടം, മണിയമ്പിള്ള രാജേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടം, മനു രാധാകൃഷ്ണൻ അത് ഡയറക്റ്റ് ചെയ്തത്. അവിടെയായിരുന്നു 2ാമത്തെ പ്രാവശ്യം ഞാൻ ഓണം സെലിബ്രേറ്റ്. മണിയൻപിള്ള സാർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഗൃഹാതിരുത്വം അദ്ദേഹത്തിന്റെ സെറ്റിൽ എങ്ങനെ ഓണത്തിന് ആ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണോ? പിന്നെ ഡെഫിനറ്റ്ലി അതൊരു ഭയങ്കര രസമുള്ളൊരു ഓണമായിരുന്നു. ആദ്യത്തെ പന്തിയിൽ കുറേ പേരിരുന്നു ഞങ്ങൾ. അപ്പം ബാക്കിയുള്ളവർ വിളമ്പി തന്നു. അപ്പോൾ ഈ വിളമ്പി തരുന്ന ആൾക്കാർ പറയുന്നുണ്ട് അടുത്ത പന്തിയിൽ വിളമ്പാടങ്ങ് പൊക്കളയില്ലെന്ന്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണല്ലോ. അപ്പം ഇങ്ങനെ വേർത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ വീണ്ടും പിന്നെ ഈ എന്താണ് മേക്കപ്പ് ചെയ്യണം. പിന്നെ ഭയങ്കര ഇതാകുമല്ലോ, എല്ലാം വേർത്ത് പ്രശ്നമാവും. അപ്പം ഞാനിത് കേട്ടു. പക്ഷെ കേൾക്കാത്ത മട്ടിൽ ഞാൻ വിളമ്പാടങ്ങ് പോയി ക്യാരവാനിലേക്ക്. കാരണം ഈ വേർപ്പ് സഹിക്കാൻ വയ്യാന്ന് വെച്ചാൽ ഇപ്പം ക്യാരവനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സഹിക്കും. അടുത്ത സീൻ എൻ്റെ തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഇത് മൊത്തം നമ്മൾ ഡള്ളാവുമല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ പതുക്കെ അങ്ങ് സ്കൂട്ടായി. പക്ഷെ ആൾക്കാരെ ശ്രദ്ധിച്ചു ഞാൻ സ്കൂട്ടായത്. സഹിച്ചേട്ടാ, നമുക്ക് ഇവിടെ നിന്ന് ലൊക്കേഷൻ മാറ്റി പിടിച്ചല്ലോ. കാരണം വല്ലാത്ത വെയില്, ഞാൻ ഡള്ളാവുകയില്ല. നമുക്ക് വേറെ സ്ഥലത്ത് പോയി നിന്ന് സംസാരിക്കാം. നമ്മൾ എന്തായാലും വളരെ ഒരു പച്ച പരവതാനിയിലാണ് നിൽക്കുന്നത്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വെയിലില്ലാത്ത ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. വാചേട്ടാ, സഹിച്ചേട്ടാ, നമ്മള് സെറ്റിലെ ഓണത്തെ പറ്റിയിട്ട് പറഞ്ഞു. എങ്ങനെയാണ് വീട്ടിലെ ഓണം, ചേർത്തലയിലെ ഓണം എന്ന് പറയും? വീട്ടിലെ ഓണം ഈ പിള്ളേരൊക്കെ ആയതിനു ശേഷം അവർക്ക് ഈ സ്കൂളിൽ നിന്നൊക്കെ ഐഡിയ കിട്ടും. അവിടെ പിള്ളേരൊക്കെ പറഞ്ഞിട്ട് പൂക്കളമൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഈ പൂക്കളമിടൽ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു വളർന്നത്. അപ്പൊ അവിടെ പൂക്കളമൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്ന പൂക്കളത്തിനൊന്നും അല്ല, ഉച്ചക്കത്തെ പായസത്തിന് വേണ്ടിയാണ്. പിന്നെ പിന്നെ അതൊരു ഭയങ്കര അതൊരു ലഹരി പോലെയാണ്. എനിക്ക് ആദ്യം കൊച്ചിലേക്ക് എനിക്ക് ശർക്കര പായസമായിരുന്നു എനിക്കിഷ്ടം. അത് ശർക്കര പായസം ഇപ്പം അത് ഗോതമ്പിന്റെ ആയാലും
അരിയുടെ ആയാലും ഏതായാലും അടപ്പായസം അതെല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് എന്തോ പാലടയോടാണ് എനിക്ക് കുറച്ച് പാലട. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു യൂണിവേഴ്സൽ, എല്ലാവർക്കും യൂണിവേഴ്സലി ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അത് എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ളതെന്നാണ് ഉദ്ദേശിച്ചത്. എനിവേ കമ്മിങ് ബാക്ക് ടു നമ്മൾ പഴയ മഹാരാഷ്ട്രയിൽ അങ്ങനെ ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റാറില്ല. അപ്പൊ ബാക്കി പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ ഇവിടെ ഇടയ്ക്ക് നമ്മൾ പൂക്കളമൊക്കെ ഇടാറുണ്ട്. അത് ഞാനായിട്ട് ഓർമ്മിപ്പിക്കാറില്ല, എന്ന് വെച്ചാല് എല്ലാം എന്റെ തലയിലാവും. കാരണം പൂ മേടിക്കാൻ പോകുന്നത് തൊട്ട് അത് പിച്ചി അത് എന്താണ് പൂക്കളം ഇടാൻ പരുവത്തിനാക്കുകയും പിന്നെ ഇത് ഡിസൈൻ ചെയ്യുകയും പിന്നെ അത് ഫില്ല് ചെയ്യുകയൊക്കെ മിക്കവാറും ഒക്കെ ഞാനും കൂടെ ഇൻവോൾവ് ആകേണ്ടി വരും. അപ്പോൾ അത് ഞാൻ ഓർമ്മിപ്പിക്കാറില്ല. പക്ഷെ പലപ്പോഴും കുട്ടികൾ രാവിലെ ആകുമ്പോഴത്തേക്കും എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ട് അല്ലെങ്കിൽ TV വയ്ക്കുമ്പോഴൊക്കെ ഇത് എല്ലാ ചാനലും ഇത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ അത് ഓർമ്മ വന്നിട്ട് പിന്നെ അച്ഛൻ പോയി മേടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് പിന്നെ അൾട്ടിമേറ്റ്ലി അത് കൊണ്ടുവരേണ്ടി വരും. ചെയ്യും. പിന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങള് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് പുറത്തു പോയാണ് കഴിച്ചത്. സദ്യ വീട്ടിൽ ഉണ്ടാക്കിയില്ലായിരുന്നു. ഈ വർഷം ഇതിനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്താണെന്നുള്ളത്. ഒരു 50-50 ആയിട്ട് നിൽക്കുന്നു. അപ്പൊ എൻ്റെ അമ്മ പറയണത് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കാം. അതെ, മോം തിങ്സ്. അപ്പം ഞാനും എൻ്റെ വൈഫും പറഞ്ഞു നമ്മൾ ഇത്രയും കഷ്ടപ്പെടണോ, പിന്നെ പാത്രം കഴിയണം എന്ന് വെച്ചാൽ അന്ന് നമ്മുടെ ഡൊമസ്റ്റിക് ഹെൽപ്പ് ഒന്നും പറ്റില്ലല്ലോ. പാത്രമൊക്കെ ഇവര് തന്നെ കഴിയേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിയേണ്ടി വരും. അപ്പൊ അത് കാരണം നമുക്ക് പുറത്തു പോയി കഴിച്ചാൽ പിന്നെ വേറെ ഒരു പ്രശ്നമില്ലല്ലോ. ക്ലീനിങ്ങിന്റെ പ്രശ്നമില്ല, ഉണ്ടാക്കുന്ന പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ, സദ്യയില് ഉള്ള വിഭവങ്ങളുടെ പേര് ഓരോന്നോരോന്നായി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ സൈചേട്ടാ കമോൺ. കുറച്ചൊക്കെ അറിയാം. എലിശ്ശേരി അല്ല, ആദ്യം തൊട്ട് വിളമ്പാണ്. അങ്ങനെ എനിക്കറിയില്ല, ഓർഡർ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാം. എന്നാലും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മുടെ കായുപ്പേരി, ചക്രവരട്ടി, ഇഞ്ചിക്കറി, പിന്നെ മാങ്ങക്കറി, പിന്നെ അവിയല്, തോരൻ, കാളൻ, കൂട്ടുകറി. പുളിയിഞ്ചി വിളമ്പിക്കോ? പിന്നെ പപ്പടം കാണും, ചോറ്, കിച്ചടി വേണ്ടേ? കിച്ചടി അതൊക്കെ ഉണ്ട്. ചോറ്, സാമ്പാർ, രസം, പച്ചമോര്. അത്രേ ഉള്ളൂ. വെരി ഗുഡ്. പ്രാവശ്യത്തേക്ക് അത് വെച്ച് സൈജ് ചേട്ടൻ ഇതിൽ എന്തൊക്കെ കുക്ക് ചെയ്യും? എനിക്ക് സാമ്പാറൊക്കെ ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. ഞാൻ മിക്കവാറും അമ്മയുടെ കൂടെ അടുക്കളയിൽ തന്നെയായിരുന്നു. ഈ പഠിത്തത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് അമ്മ കിച്ചണിൽ കയറുമ്പോഴത്തേക്ക് ഞാനും കയറും. എന്നിട്ട് എൻ്റെ അച്ഛൻ എപ്പോഴും ചീത്ത പറയുമായിരുന്നു. എന്നെ ചീത്ത പറയും, അമ്മയും ചീത്ത പറയും. അതായത് അമ്മ എന്നെ പുറത്തിറക്കുന്നില്ല, ഐ മീൻ കിച്ചണിൽ നിന്ന് പുറത്താക്കാത്തതിന് അമ്മയ്ക്ക് ചീത്ത കേൾക്കും. നല്ല മോനാണല്ലോ. ഞാൻ കുറച്ച് ഒബ്സർവേഷൻ ഉണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഈ പാചകമൊക്കെ കുറേയൊക്കെ എനിക്ക് അറിയാം. ഒരുപക്ഷെ ചിലപ്പം അമ്മ അല്ലെങ്കിൽ വൈഫ് വയ്ക്കുന്നത്ര ടേസ്റ്റി ആയിരിക്കില്ല, പക്ഷെ ഒരു പരിധി വരെയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് തേങ്ങ പണ്ടൊക്കെ നമ്മള് മറ്റേ ഇതിലല്ലേ നമ്മൾ അരച്ചോണ്ടിരുന്നത്, അരച്ചോണ്ടിരുന്നത്. അപ്പൊ അത് കുറച്ച് പ്രയാസമാണ്, അത് പ്രാക്ടീസ് വേണം അത് ആക്ച്വലി. അപ്പൊ കുഴപ്പമില്ല, അത് മിക്സിയിൽ അരക്കാം. ഇപ്പം എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പൊ ആ സാധനമൊക്കെ അന്യം നിന്ന് പോയി. എനിക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. എന്താണ് ചില വീടുകളിലൊക്കെ അത് ഷോ പീസ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ ആയി സാധനം. ഉരുളി വീട്ടിൽ വെച്ചിട്ടുണ്ട്. മറ്റേ ഈ ഇടിക്കണ സാധനം ഉണ്ട്, എന്താ അതിന് പറയുന്നത്? സുമതി വളവിന്റെ സക്സസ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിരുന്നു സുമതി വളവ് സൈചേട്ടാ, ഗംഭീര സിനിമയായിരുന്നു. ഞാൻ പക്ഷേ സിനിമ കണ്ടപ്പോ ഞാൻ ഓർത്ത് സൈചേട്ടൻ എന്തോ ഒരു ബന്ധമുണ്ട് സുമതിയുമായിട്ട് എന്ന് ഞാൻ ഓർത്തിരുന്നു. അപ്പൊ അതിനകത്ത് ലാസ്റ്റ് കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടോ ട്വിസ്റ്റ് എന്താന്ന് ഞാൻ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിവേ സുമതി വളവ് പാർട്ട് 2 അനൗൺസ് ചെയ്തിട്ടില്ലേ? അതിലുണ്ടാകത്തില്ലേ? ഓക്കെ, ഇനിയിപ്പം ഓണം കഴിഞ്ഞ് കഴിയുമ്പം ഏതൊക്കെ ചിത്രങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റുക? ഒന്ന് ഈ വർഷം തന്നെ റിലീസാകാൻ പോകുന്നത് സുജിത് എസ് നായരുടെ അംഗമട്ടഹാസം എന്ന് പറഞ്ഞ നമ്മുടെ മാധവ് സുരേഷ് അഭിനയിച്ച പടമാണ്. പിന്നെ എം.എ. നിഷാദേട്ടൻ്റെ ഒരു സിനിമ. ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നു ഈ വർഷം വരാനിരിക്കുന്ന സിനിമകൾ. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സിനിമയ്ക്കാണെന്ന് അറിയാമല്ലോ. മാർച്ച് 19, 2026. അപ്പൊ ഇനിയിപ്പം അതിനുശേഷം ആട് 3 ആയിരിക്കും റിലീസാവുന്നത്. പിന്നെ ഭരതനാട്യം 2 നമ്മള് ആട് 3ക്ക് ശേഷം ഞാൻ അതാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അത്
ആട് 3 കഴിഞ്ഞിട്ട് അതായിരിക്കും റിലീസാവുന്നത്. അല്ല, ഈ ഭരതനാട്യം 2-ന്റെ ഒരു സ്കോപ്പ് എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. സായി ചേട്ടന്റെ ക്യാരക്ടർ അതിനകത്ത് സായികുമാർ സാറിന്റെ മരിച്ചിരിക്കുകയാണല്ലോ. അപ്പം എല്ലാവരും ഇപ്പൊ ഒന്നായ സിനിമ ഹാപ്പി എൻഡിങ്, ഇനി നിങ്ങൾ എവിടെ നിന്നാണ് പിടിച്ചു കയറാൻ പോകുന്നത് എന്നൊരു ചോദ്യം എന്റെ ഉള്ളിൽ. ആ ചോദ്യം ആക്ച്വലി തോമസ് ചേട്ടനാണ് പറഞ്ഞത് നമുക്ക് ഇതിന്റെ ഒരു പാർട്ട് 2 ചെയ്യണം. അപ്പൊ നമ്മൾ ആരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഈവൻ ഡയറക്ടർ കൃഷ്ണദാസ് പോലും ചിന്തിച്ചിട്ടില്ല. തോമസ് ചേട്ടൻ പറഞ്ഞു ഇല്ല, അത് നമുക്ക് OTT-യിൽ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയ ഒരു സിനിമയാണ്. സോ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പം ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക് താല്പര്യം കാണും ആ ഒരു സിനിമ കാണാൻ വേണ്ടി. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം മീനാക്ഷി ചിന്തിച്ച പോലെ ഞാനും ചിന്തിച്ചതെന്ന് വെച്ചാൽ ഭരതൻ്റെ നാട്യം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തെന്നുള്ളതാണ്. ഇവരെല്ലാവരും ഒന്നിച്ചു, ഇനിയിപ്പോൾ എന്താണ്. അപ്പോൾ നമുക്ക് ഒരു സിനിമ, ഒരു ഇപ്പം ഹ്യൂമർ സിനിമ പ്രത്യേകിച്ച് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് വേണം. അപ്പോൾ കോൺഫ്ലിക്റ്റ് എന്താണ്? അപ്പോൾ എന്നോട് ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പം 2 ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പലരും പലതും പറഞ്ഞു. അതായത് ഇനിയിപ്പം സായി ചേട്ടൻ്റെ കഥാപാത്രത്തിന് ഭരതനായറിന് ഇനിയിപ്പം വേറൊരു കുടുംബം ഉണ്ടോ, അപ്പോൾ മകനായ മൂന്നാമത് വരും, അപ്പോൾ അവരിനി വരുമോ, എൻ്റെ കഥാപാത്രം ബാച്ചലറാണ് ആക്ച്വലി, അപ്പോൾ ഇയാൾക്കിനി വേറെ പറയാത്തൊരു കുടുംബം ഉണ്ടോ ഏതെങ്കിലും നാട്ടിൽ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം ഭരതനാട്യം കണ്ടിട്ടുള്ള ആൾക്കാർ ഇനിയിപ്പം ഭരതനാട്യം 2 കാണാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണുമല്ലോ, ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് ഭരതനാട്യം 2-ൽ. ആൻഡ് കോമഡി ഒരു 10 മടങ്ങ് കൂടുതലാണ് ഫസ്റ്റ് പാർട്ടിനേക്കാളും. അത് കൂടാണ്ട് ഒരു നമ്മൾ ചെറിയ രീതിയിൽ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്ന് പറയുന്നത്, അതായത് അടുത്ത് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, അങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് തിയേറ്ററിലേക്ക് ആൾക്കാർ വന്ന് കാണണം, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. സോ ആ ഒരു ഫോർമാറ്റിലാണ് ഇപ്രാവശ്യം കൃഷ്ണദാസ് അത് എഴുതിയിരിക്കുന്നത്. ഭരതനാട്യം 1 കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇത് തിയേറ്ററിൽ ഒരു കാണേണ്ട സിനിമയായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് മിസ്സാണ്. അപ്പം ഡെഫിനറ്റ്ലി വെയിറ്റിംഗ് ഫോർ ഭരതനാട്യം 2. പിന്നെ സായി ചേട്ടാ, ഇപ്പം ആടിന്റെ ഒരു പോസ്റ്റർ നിങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഒരെണ്ണത്തിൽ ഒരു ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുകയാണ്, പിന്നീട് നടുക്കത്തെ പടം എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ല, താഴെ കുറെ എന്താ പേടകമൊക്കെ ഉണ്ട്. ആൻഡ് അതിന്റെ ടൈറ്റിൽ താഴെ ഇവര് കൊടുത്തിരിക്കുന്നത് ഫ്യൂച്ചർ ഇസ് ദ പ്രസന്റ് എന്നോ. എന്താ സംഭവം? ആക്ച്വലി എന്താ അങ്ങനെ കൊടുത്തെന്നുള്ളത് അറിയില്ല. എന്താ സംഭവിച്ചാൽ ഞാൻ ഇതിന്റെ ജോണർ, എനിക്ക് തോന്നിയൊരു ജോണർ ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ ഇത് പലരും പിന്നെ ഇത് ഞങ്ങൾ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാവരോടും ചോദിക്കാൻ തുടങ്ങി, സൈജു ഗ്രൂപ്പിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, അതാണോ എന്ന്. അപ്പോൾ ഇത് ആക്ച്വലി എനിക്കും അത് കറക്റ്റായിട്ടൊരു ധാരണയില്ല. പക്ഷേ ഇത് നമ്മൾ എവിടെ ചെന്നാലും ഇതിനെ പറ്റിയാണ് ചോദിക്കുന്നത്, ആട് 3-യുടെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് അസോസിയേറ്റഡ് ആയതുകൊണ്ടും എനിക്ക് കഥ അറിയാവുന്നതുകൊണ്ടും ഞാൻ എന്തെങ്കിലും പറയണമല്ലോ. അപ്പോൾ കഥ നമുക്ക് എന്തായാലും സിനോപ്സിസ് പോലെ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ ജോണറെങ്കിലും പറയണമല്ലോ. അപ്പോൾ എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വന്നുപോയി ഒരു ജോണർ. അല്ല, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല വീണ്ടും. അത് ഞാനിത് മിഥുനായിട്ട് സംസാരിച്ച മിഥുൻ പറഞ്ഞ ഒരു ജോണർ എന്ന് വെച്ചാൽ എപ്പിക് ഫാന്റസിയാണ്. എപ്പിക് ഫാന്റസി. ഓക്കേ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ജോണർ കേൾക്കുന്നത്. സോ ആട് 3 is an epic fantasy movie waiting till March 19th 2026. ഇത് അറക്കലബു ലുക്ക് ആണോ? ഇത് അറക്കലബുവിന്റെ ഒരു ലുക്കാണ്. പക്ഷെ എന്തായാലും കൊള്ളാം. അറക്കലബുവിന്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ മറ്റേ മജന്ത ഇതിലൊക്കെയാണല്ലോ കാണുന്നത്, ഇത് നല്ല ഡീസന്റ് ഓണമായിട്ട് അറക്കലബു. മീനാക്ഷി, ഞാൻ ജൂനിയർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഗ്പൂരിൽ എൻ്റെ ഒരു വർഷം സീനിയറായിട്ട് ആസിഫ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ അന്ന് ഈ പകുതി ചുമല, പകുതി ഗ്രീന്, ഒരു കൈ ബ്ലൂ, ഒരു കൈ വേറെ എന്തോ ഒരു കളർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. അപ്പോൾ ഈ ആസിഫ് എന്ന് പറഞ്ഞ ഈ ചേട്ടനാണെങ്കിൽ ഭയങ്കര ചുള്ളനുമാണ് കാണാൻ. അപ്പോൾ ഇത് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ഇത് കൊള്ളാമല്ലോ ഈ ഷർട്ട്. അപ്പോൾ ഞാൻ ഈ ഷർട്ട് പലയിടത്തും അന്വേഷിച്ചു. അപ്പോൾ ഇത് എങ്ങും കിട്ടിയില്ല. ഇദ്ദേഹത്തിന് ഞാൻ ചോദിച്ചപ്പോഴത്തെ ഇദ്ദേഹം അത് തയ്പ്പിച്ചതാണ്, അങ്ങനെ വേണമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഏതോ 1-2 പടത്തിൻ്റെ ഡയറക്ടേഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ പ്ലാൻ ചെയ്താൽ നന്നായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല ആക്ച്വലി. പക്ഷേ അങ്ങനത്തെ കഥാപാത്രങ്ങൾ വന്നിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഇത് ഇടാൻ പറ്റിയ. അങ്ങനെ നമ്മുടെ പനമ്പള്ളി നഗറിൽ
സ്റ്റൈൽ കോഷ്യൻ്റ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, quite famous. ജോർജിൻ്റെ. ഇപ്പോൾ സ്റ്റൈൽ കോഷ്യൻ്റിൽ ഞാൻ വെറുതെ ഒന്ന് പോയതാണ് പുതിയ സ്റ്റോക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഓണത്തിൻ്റെ സ്പെഷ്യൽ എന്താണ് ഇത് വന്നിട്ടുണ്ടായിരുന്നു, ക്ലോത്തിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോർജ് സമ്മാനമായിട്ട് വന്നതാണ് ഈ ഷർട്ട്, ഈ മുണ്ട് വളരെ വെറൈറ്റിയാണ്. താഴെ മുത്തുക്കുട, പിന്നെ അവിടെ വേറെ ഈ ഇങ്ങനെ ലൈനായിട്ട് മുത്തുക്കുട ഉള്ളതുണ്ട്, അതായത് ഈ വശത്ത്. പിന്നെ ആനയുള്ള ഇതുണ്ട്, ഇങ്ങനെ 2-3 ഇങ്ങനെ ചെറിയ ആന, വലിയ ആന, അതിനേക്കാളും വലിയ ആന, അങ്ങനെയൊക്കെ ഉള്ള ഡിസൈൻസ് ഉള്ള മുണ്ടുകളുണ്ട്. സോ ഹി വാസ് വെരി കൈൻഡ് ഇനഫ് ടു ഗിഫ്റ്റ് മീ ദിസ്. വെരി ഗുഡ്, നല്ല രസം. അതെ, അപ്പോൾ നോക്കിയേ, ഹാഫ് ഓഫ് വേറെയാണ്. പുറകില് ഒറ്റ കളറാണ്, ഈ കളർ തന്നെ. പുറകില് സോളിഡ് കളറാണ്, കോളറും ഇവിടെ മാത്രമാണ് വേറെ കളർ വരുന്നത്. ഇതിന്റെ തന്നെ വേറെ കുറെ വേരിയൻസ് ഉണ്ട്. രസമുണ്ട്, ലൈക്ക് ആ ഓണത്തിന്റെ ഒരു വൈബൊക്കെ നമുക്ക് തരുന്നു. മൊത്തത്തിൽ ഉള്ള പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ട് രസമുണ്ട്. ചേട്ടാ, നമ്മൾ കുറച്ചു നേരം നടന്ന് സംസാരിക്കായിരുന്നു, നമുക്ക് ഇനി ഇരുന്ന് സംസാരിക്കാം പ്ലീസ്. അപ്പൊ നമ്മൾ പങ്ക്ച്വാലിറ്റിയെ പറ്റിയാണ് ആക്ച്വലി ചോദിച്ചതിൽ തന്നെ ആൻസർ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് ഹോസ്റ്റ് സാധാരണ നേരത്തെ വരണം, സ്റ്റാർസ് ആണ് ലേറ്റായിട്ട്, അത് കഴിഞ്ഞിട്ടല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരാറ്. ഞാൻ ആക്ച്വലി സ്റ്റാർ ആയിട്ടില്ല, ആയിരുന്നെങ്കിൽ ചിലപ്പം അറിയില്ല. സോ അല്ല, കീപ്പിംഗ് ജോക്സ് അസൈഡ്, പണ്ട് തൊട്ടേ അച്ഛൻ ഇൻജെക്ട് ചെയ്ത് തന്നൊരു സാധനമാണ് കുറച്ച് ലൈഫിൽ ഡിസിപ്ലിൻ വയ്ക്കുക. പ്രൊഫഷണലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ജോലി ചെയ്താലും. അപ്പോൾ പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ് പങ്ക്ച്വാലിറ്റി എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ പിന്നെ സെയിൽസിലായിരുന്നു, ഞാൻ അപ്പോഴും അത് കീപ്പ് ചെയ്യുമായിരുന്നു. ബിക്കോസ് സെയിൽസിലാകുമ്പോഴത്തേക്കും പലരും അപ്പോയിൻമെൻറ്റ് വരും, അപ്പോൾ നമ്മൾ സമയത്തിന് എത്തണം. പക്ഷെ അവർ ചിലപ്പോൾ കീപ്പ് ചെയ്യില്ലായിരിക്കും, ചിലപ്പോൾ 15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അവരെ കാണാൻ പറ്റുന്നത്. അത് അവർ ബിസി ആയതുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഇതേപോലെ കുറേ സിനിമയിൽ വന്ന സമയത്ത് തന്നെ ചില ഫംഗ്ഷൻസിനൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹൈറ്റ് ഓഫ് പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പേക്ക് എത്തും, നേരത്തെ എത്തും. അപ്പം ഞാൻ ഈ ഫംഗ്ഷന് ഒരു 1-2 ഫംഗ്ഷനിൽ നിന്ന് ഞാൻ പഠിച്ചു ഒരിക്കലും ടൈമിൽ എത്താൻ പാടില്ലെന്ന്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവിടെ ആകെ 10 പേരുണ്ട്, സംഘാടകർ എത്തിയും കാണൂല. അപ്പം ഞാനവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഫോണിലൂടെയുള്ള പരിചയം കാണുള്ളൂ, എനിക്ക് ഇവരുടെ മുഖം അറിയില്ല. അപ്പം അന്ന് ഈ വാട്സാപ്പ് പ്രൊഫൈലൊന്നും നോക്കാൻ വാട്സാപ്പില്ല. അപ്പോൾ ഞാനവരെ വിളിക്കും, അത് നിങ്ങളിവിടെ ഉണ്ടോ? ഞാനിവിടെ എത്തിയിട്ടുണ്ടോ? അയ്യോ എത്തിയിട്ടുണ്ടോ? നിങ്ങൾ എവിടെ ഒരു 10 മിനിറ്റ് വണ്ടി തന്നെ ഇരിക്കുക കേട്ടോ, ഞങ്ങളിത് ഇപ്പോൾ വരാം. അപ്പോൾ അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവർ വരുന്നു, പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഫംഗ്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എന്നെ ഫംഗ്ഷൻ വിളിച്ചാൽ ഞാൻ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ്. പണ്ടിപ്പോൾ നമ്മളിപ്പം കോഴിക്കോട് എത്തണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പോട്ടാണെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ എപ്പോൾ എത്തുന്നുള്ളത് കാൽക്കുലേറ്റ് ആക്ച്വലി ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ETA കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇപ്പം 5 മണിക്കൂർ 10 മിനിറ്റിൽ നമ്മൾ ഈ സ്ഥലത്തെത്തും. അപ്പം നമുക്ക് ഇത് കണ്ടിന്യൂസ് നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിലാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ 2 ബ്രേക്ക് എടുക്കുമായിരിക്കും. ആ ബ്രേക്കിൻ്റെ എത്രയായിരിക്കും സമയമുള്ളത്, ഇതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ എറണാകുളത്ത് നിന്ന് പുറപ്പെടും. എന്നിട്ട് അപ്പോഴും ഞാൻ 15 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂർ മുമ്പേ എത്തും ഈ സ്ഥലം പറഞ്ഞ്. അപ്പോൾ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉള്ളപ്പം ഈ ലൊക്കേഷനിലേക്ക് എത്താൻ അത്രയും സമയം ഉള്ളപ്പം ഞാൻ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനവിടെ അവിടെ നിന്ന് വിളിക്കും. അപ്പോൾ ഞാൻ പറയും, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്, സമയമാകുമ്പോൾ വിളിച്ചാൽ മതി, 10 മിനിറ്റിൽ ഞാൻ എത്തിക്കോളാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷേ ഞാൻ ഓൺ ടൈം അല്ലെങ്കിൽ ബിഫോർ ടൈം ഞാൻ എത്തിയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത്രയും ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഈ പോണ വഴിയിൽ ഒക്കെ സംഭവിക്കണം, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് വരുന്നു. പക്ഷേ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കും. ഈ കാരണവശാൽ എനിക്ക് ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ഇതൊക്കെയാണ് അവരെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓരോ ഗസ്റ്റുകളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം, ഞാൻ സാധാരണ ഓരോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ പഠിക്കാനുണ്ടാവും. സൈചേട്ടനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ തവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ. ഈ പൊതുവേ ഞാൻ സൈചേട്ടനെ കണ്ട് പഠിച്ചിട്ടുള്ള കാര്യം, സൈചേട്ടൻ്റെ ഒരു വളരെ ഹമ്പിൾ ആയിട്ടുള്ളൊരു നേച്ചർ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇന്ന് പഠിച്ച വേറൊരു കാര്യമാണ് പങ്ക്ച്വാലിറ്റി. ഞാൻ പഠിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. എൻ്റെ അച്ഛനെന്ന് കണ്ടാൽ പറയും, കണ്ട് പഠിക്കുക പറഞ്ഞിട്ട്. എന്തായാലും വിത്ത് ദാറ്റ് നോട്ട് നമ്മൾ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കാരണം എനിക്ക് സൈചേട്ടൻ അല്ലേ
സൈചേട്ടന്റെ ഓണം ആഘോഷിക്കാനുള്ള നാട്ടിലേക്ക് ചേർത്തലയിലേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അയക്കാനുള്ള സമയമായി. പക്ഷെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കൺഗ്രാചുലേഷൻ പറയട്ടെ. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ഫോർ ദ സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ ഭരതനാട്യം, പിന്നെ തേർഡ് മർഡർ റിലീസ് ആയിട്ടില്ല. അത് നമ്മൾ ഉടനെ തന്നെ പ്ലാനിങ് ഉണ്ട്, പക്ഷെ അത് എന്നാണ് കറക്റ്റ് എന്നുള്ള അറിയില്ല. ചിലപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഈ വർഷം റിലീസ് ചെയ്യുന്ന പടത്തിൽ ചിലപ്പോൾ അതും കാണുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടുത്ത വർഷമായിരിക്കും. ഓക്കെ. അപ്പം അവാർഡ് കിട്ടിയ സിനിമ ആയതുകൊണ്ട് നമ്മൾ ഈ ഭരതനാട്യം ഓൾറെഡി നമ്മൾ കണ്ടു. ഈ തേർഡ് മർഡർ കാണാനായിട്ട് സ്പെഷ്യലി വെയിറ്റിംഗ് ആണ് കേട്ടോ ഇറങ്ങുമ്പോഴത്തേക്കും. അപ്പം എന്തായാലും എല്ലാവിധ ഓണാശംസകളും നേരുന്നു സൈചേട്ടാ. നല്ല സമ്പൽ സമൃദ്ധിയായിട്ടുള്ള വളരെ ഒരു ഹാപ്പി ഓണം സൈജു ചേട്ടനും പിന്നെ ചേച്ചിയുടെ അടുത്തും കുട്ടികളുടെ അടുത്തും അമ്മയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഓണാശംസ ഞാൻ പറഞ്ഞു എന്ന് പറയുക. തീർച്ചയായും പറയും. ആൻഡ് പ്ലീസ് ഗിവ് മൈ വിഷസ് ടു യുവർ ഫാമിലി ഓൾസോ. താങ്ക് യു. ആൻഡ് എ വെരി ഹാപ്പി ഓണം ടു മീനാക്ഷി. അതേപോലെ തന്നെ ഫ്ലവേഴ്സ് ടി വിക്കും ഫ്ലവേഴ്സ് ടി വിയുടെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.